എന്താ? അവന്തികയില്ലേ, എനിക്ക് അവളെ ഒന്ന് കാണണം. ഓ, നീയോ? നെല്ലിശ്ശേരിയിലെ കൊടിച്ചുപട്ടി എന്താണാവോ ഇവിടെ? അതെ, ഞാൻ നെല്ലിശ്ശേരിയിലെ കൊടിച്ചുപട്ടി തന്നെയാ. ഇപ്പൊ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാൻ വന്നതാ ഞാൻ. എന്താ, ഭീഷണിയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ ഭീഷണി എന്താണെന്നുള്ളത് നീ അവന്തിയോട് ചോദിച്ചാ മതി, അവള് പറഞ്ഞുതരും. നിങ്ങൾ അവന്തികയുടെ അമ്മാവനല്ലേ? നിങ്ങൾക്കെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? സ്വർഗം പോലൊരു വീട്ടിൽ നിന്ന് കയ്യിൽ കിട്ടിയൊരു ജീവിതം തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങിപ്പോന്നതുകൊണ്ട് അവൾക്ക് എന്ത് കിട്ടി? അവന്തികയെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവളുടെ അച്ഛൻ മരിക്കാൻ കാരണം സ്നേഹയുടെ അച്ഛനല്ല. വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം. ഇനി ഇവിടെ നിൽക്കണ്ട, അത് നന്നാവില്ല. പൊയ്ക്കോ. ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ വന്നത് അവന്തികയെ കാണാനാ. അവളെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകൂ. നീ ഒരാളെയും കാണാൻ പോകുന്നില്ല. ഇറങ്ങിപ്പോടാ. ഏയ്, എന്റെ ദേഹത്ത് തൊട്ടു പോരുത്. പാവൽ നായയുടെ ശൗര്യം എന്റെ അടുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, നിന്നേക്കാൾ വലിയ ഗുണ്ടിയാ ഞാൻ. മോളെ നിക്കടാ. കൊള്ളാം. ഞാൻ തീറ്റിപ്പോറ്റി വളർത്തിയ പഴയ കാവൽപ്പട്ടിയുടെ ശൗര്യം പോയിട്ടില്ല. മോളെ, ഇവൻ പറഞ്ഞ കേട്ടില്ലേ? ഞാൻ കരുതിയത് ഇവൻ നിന്റെ കാല് പിടിക്കാൻ വന്നതാണെന്നാണ്. എന്നിട്ടിപ്പോ നിന്ന് കുരയ്ക്കുന്നു. നീ ഇവളോട് കാണിച്ച വഞ്ചന ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. യജമാനം മാറിയപ്പോ അവന്റെ ശൗര്യം കൂടിയതാ. സാരമില്ല, ഇവന്റെ വിഷപ്പല്ല് പറിക്കാനുള്ള ആയുധം എന്റെ കയ്യിലുണ്ട്. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. വേണ്ട, കിടന്നോളൂ. ഞാൻ കാരണം സച്ചേട്ടന് ബുദ്ധിമുട്ടായോ? അതൊന്നും സാരമില്ല. സച്ചേട്ടൻ ഒറ്റയ്ക്കാണോ? ഡോക്ടർ നോക്കിയിട്ട് പോയതേ ഉള്ളൂ. വല്ലാത്ത തളർച്ച തോന്നും. ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരിക്കാം. നല്ല തലവേദന പോലെ. അതൊക്കെ ഇപ്പൊ മാറിക്കോളും. കണ്ണടച്ച് പ്രാർത്ഥിച്ച് കിടന്നിറങ്ങിക്കോ. നേരത്തെ വിളിച്ചപ്പോഴും കിട്ടിയില്ലല്ലോ. ഫോൺ ഓഫാക്കി വെച്ച് നേരത്തെ കിടന്നുറങ്ങിയോ? ഏയ്, സച്ചേട്ടൻ അങ്ങനെ ചെയ്യുന്നല്ലോ. ചേച്ചിയാണല്ലോ. ആ ചേച്ചി. ആ, ആതിരേ, നീ ഉറങ്ങിയായിരുന്നോ?
ഏയ് ഇല്ല, ഞങ്ങളിതേ കിടക്കാൻ പോണേ ഉള്ളൂ. എന്തു ചേച്ചി? അല്ല, അത് സച്ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ എന്തോ പറ്റിയെന്നാ തോന്നുന്നത്. ഒന്ന് ഫോൺ കൊടുക്കോ. അതിന് സച്ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എവിടെ പോയി? അതെനിക്കറിയില്ല. ഒരു സെക്കൻഡ്. അച്ചു ചേച്ചി. ആ എടുത്തി സച്ചേട്ടൻ എവിടെ പോയതാ സന്ദീപ്? പുറത്തേക്ക് പോയിരിക്ക. ആരെയോ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്നാ പറഞ്ഞു. അല്ല, എവിടെ പോവാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചതാ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് തിരക്കിട്ട് ഇറങ്ങിപ്പോയി. ഒന്നും പറഞ്ഞില്ല. അതെ, എടുത്തേ. എന്റെ ചേച്ചി, സച്ചേട്ടൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് വന്നോളും. ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഒരു രാത്രി പോലും സംസാരിക്കാതെ കിടന്നുറങ്ങാൻ വയ്യ അല്ലേ? സച്ചേട്ടൻ എപ്പോ വന്നാലും ഉടനെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. പറയാം. ശരി.